പഞ്ചവർണ്ണക്കിളി മൈലാഞ്ചി ചുവപ്പ് ചുവപ്പ് മഹാറാണി ചിരിക്ക് ചിരിക്ക്. ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ അണ്ണാത്തെ ഇപ്പോൾ സൺ നെക്സ്റ്റിൽ ആസ്വദിക്കാം. കാർത്തിക്, ഇത് ഞാനാ കൃഷ്ണൻ. അയ്യോ, അളിയനായിരുന്നോ? എന്താ അളിയാ? ഉറക്കമായിരുന്നു തോന്നുന്നു. ആ, ലേറ്റ് നൈറ്റ് വർക്കല്ലേ. വെറുതെ കിടന്നപ്പോ ഉറങ്ങിപ്പോയി. ബുദ്ധിമുട്ടായോ? ഏയ്, ഒന്നുമില്ല. അളിയൻ പറഞ്ഞോ. ഇനിയിപ്പോ എന്താ പരിപാടി? തിരക്കിലാണോ? തിരക്കൊന്നുമില്ല. കമ്മിറ്റ് ചെയ്ത വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോ ഉടനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എങ്കിലും നീ ഒരു കാര്യം ചെയ്യും, ആ കാർ എടുത്ത് വേഗം ഇങ്ങോട്ട് വാ. അങ്ങോട്ടോ? എന്തൊരു അളിയാ, പ്രശ്നം വല്ലതും ഉണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല. ഇത് ഒരു നല്ല കാര്യമാണ്. വിഷയം നീ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പറയാം. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങാൻ നോക്ക്. ഇപ്പോഴോ? അത്യാവശ്യമായോണ്ടല്ലേ. ഒന്ന് ഇറങ്ങുന്നേ. ശരി അളിയാ, ഞാൻ വരാം. ശരി, ഓക്കെ. ഹലോ, എടാ ഉറക്കെഴുന്നേറ്റോ? നീ എവിടെയാ? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. നീ കാര്യം പറ. നീയേ ഇങ്ങോട്ടൊന്ന് വന്നേ. നമുക്ക് ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോണം. എന്തു പറ്റിയടാ? പ്രശ്നമൊന്നുമില്ല. അളിയൻ വിളിച്ചു ചെല്ലാൻ പറഞ്ഞു. അത്രേ എനിക്കും അറിയൂ. എന്നാലൊരു കാര്യം കാണുമല്ലോ. നിനക്കിപ്പോ എന്റെ കൂടെ വരാൻ പറ്റുമോ ഇല്ലയോ? അത് പറ. ഞാൻ ദേ വരുന്നു. ജസ്റ്റ് 30 മിനിറ്റ്സ്, ഞാൻ എത്തി. ഹലോ അച്ഛാ. മോനെ, നീ ഇറങ്ങിയോ? ആ, ഞങ്ങൾ ഇറങ്ങി. അളിയൻ വിളിച്ചിരുന്നോ? എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടാ നിന്നെ വിളിച്ചത്. നീ ഇറങ്ങുന്നില്ലേ? ഞങ്ങൾ ഇറങ്ങുക. എന്താ അച്ഛാ കാര്യം? കാര്യമൊന്നും കൃഷ്ണൻ പറഞ്ഞില്ല. നീ വേഗം ഇറങ്ങാൻ നോക്ക്. ആ, ശരി അച്ഛാ. ഈ ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഒരു ഇന്റർനാഷണൽ മോഡലിന്റെ ലുക്കില്ല. നോക്ക്, നല്ല ഹൈറ്റ്, ഷേപ്പ്, പ്ലീസിംഗ് ഫേസ് എല്ലാം ഉണ്ട്. ഈ കുട്ടിയെ നമുക്ക് കാസ്റ്റ് ചെയ്താലോ? ഏയ്, ഇതൊന്നും പോരാ. ഇത് നോക്ക്, മിസ് കർണാടകയാണ്. ഇതൊക്കെ അല്ലേ? എന്റെ ആഡ് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് നല്ല ഷാർപ്പ് ഐസ് വേണം. ഇതൊരുമാതിരി. കാർത്തിക് പെണ്ണ് നോക്കാൻ ഇറങ്ങുമ്പോ വീട്ടുകാരെ പെട്ടത് തന്നെ. ഒരു പെണ്ണിനെയും പിടിക്കില്ലല്ലോ കാർത്തിക്കിന്. എനിക്ക് പെണ്ണ് നോക്കുന്നത് ഈസിയാ. എന്നെ എന്റെ കുടുംബത്തെയും മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. പക്ഷെ എന്റെ ആഡ് മോഡൽസ്, എന്റെ ക്ലയൻസ്, എന്റെ മാർക്കറ്റിംഗ് പീപ്പിൾ, എന്റെ കൺസ്യൂമേഴ്സ് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യണം. ഇതില് 4-5 മോഡൽസിനെ എനിക്കിഷ്ടമായി. അതൊന്നും കാർത്തിക്കിന് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാ കഷ്ടമാണ്. ഓരോ ആഡിനും അത് ഡിസേർവ് ചെയ്യുന്ന മോഡൽസ് വേണം. എന്നാലേ ആ ആഡ് കൊമേഴ്ഷ്യലി ഹിറ്റാവൂ. ആപ്റ്റായ മോഡൽസിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. ഓക്കെ, വേറെ ഏതെങ്കിലും മോഡൽസ് ഉണ്ടോ നോക്ക്. ഞാൻ 1-2 കോൾസ് ചെയ്തിട്ട് വരാം. ഹലോ ശ്രുതി, എവിടാ നീ? ആ, പറയ്. ഒന്നും പറയണ്ട നീ. ഒന്ന് കാണണമെന്ന് തോന്നിയിട്ട് എത്ര ദിവസമായി.
ചെയ്ത് കഴിഞ്ഞപ്പോ ആരേലും കിട്ടിയോ? യെസ്, കിട്ടി. ദാ, നോക്ക് എങ്ങനെയുണ്ടെന്ന്. ഏയ്, ഇതെങ്ങനെ? എപ്പ എന്റെ ഫോട്ടോ എടുത്തു? സൗന്ദര്യം എവിടെ കണ്ടാലും എന്റെ ക്യാമറ അത് ഒപ്പിയെടുക്കും. ഇതാണ് വൈഗ ടി ആഡിന്റെ പുതിയ മോഡൽ. ഏയ്, നോ നോ വേ. എന്റെ മനസ്സിലുള്ള രൂപം ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ഈ ആഡ് ഞാൻ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ മാഡം ഇതിൽ അഭിനയിക്കും. അതൊന്നും നടക്കുന്ന കാര്യമല്ല കാർത്തി. അമ്മ സമ്മതിക്കത്തില്ല. അപ്പോ അമ്മ സമ്മതിക്കത്തില്ല എന്നത് മാത്രമാണ് പ്രശ്നം. അപ്പൊ ഫിക്സ്ഡ്. ഏയ്, ഞാനില്ല. എന്നെ വിട്ടേക്ക്. നോ വേ. ഈ ആഡിൽ V&V ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ MD വൈഗ വൈദേഹി തന്നെ അഭിനയിക്കും. ആൻഡ് അനദർ ഹിറ്റ് ഫ്രം അക്ഷര അഡ്വർടൈസേഴ്സ്, വൈഗ ടേസ്റ്റി. സമ്മതിച്ചേ പറ്റൂ. താഴമ്പുമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ. ഏയ്, തണുപ്പുള്ള ചെറുപ്പക്കാരാ, എന്തൊന്നുടേ ഇത്? കണ്ണും തുറന്നിരുന്ന് ഉറങ്ങുന്നോ? ഡാ, ചേച്ചിയുടെ വീട്ടിൽ പോണെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് നീ ഇവിടെ സ്വപ്നം കണ്ടോണ്ടിരിക്കുക? ചില സ്വപ്നങ്ങൾ അങ്ങനെയാടാ. കണ്ടു തുടങ്ങിയാൽ ഒരിക്കലും അവസാനിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ ആ സ്വപ്നം പ്രണയത്തെക്കുറിച്ചായിരിക്കണം. അതാണല്ലോ. എന്താ നീ പറഞ്ഞ? അതേടാ മച്ച, ഒരു ഒന്നാന്തരം പ്രണയം തന്നെയാ എന്റെ മനസ്സില്. എന്റെ പൊന്നോ, ഈ മനസ്സിൽ ഒരുത്തി കേറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരക്കാരി ആയിരിക്കില്ല. അതാരാ മച്ച? ആരാന്ന് പറ മച്ച. ആദ്യം യാത്ര, അത് കഴിഞ്ഞ് പറച്ചിൽ. വേഗം റെഡിയായിട്ട് പോവാൻ നോക്കാം. നീ ആദ്യം ആരാന്ന് പറ. അതറിയാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എടാ, ഉറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു തരാം പോരെ? എപ്പോ? ആദ്യം നമ്മളൊന്ന് ഫ്രഷ് ആവുന്നു, ഇറങ്ങുന്നു. എന്നിട്ട് യാത്രക്കിടയിൽ ഞാൻ പറയുന്നു എന്റെ കഥ, എന്റെ പ്രണയത്തിന്റെ കഥ. എന്താ, അതുപോലെ? ഓക്കെ, ഡൺ. കാർത്തിയെ വിളിച്ചായിരുന്നോ? ആ, വിളിച്ചു. അവനിപ്പോ തിരിക്കും. അല്ലേലും അത് അങ്ങനെയാണല്ലോ. കാണാൻ കൊതിയാവുന്നെന്നും പറഞ്ഞ് എത്ര തവണ ഞാൻ വിളിച്ചതാ. അപ്പൊ അവന് ഭയങ്കര വർക്കും തിരക്കുവാ. അളിയൻ വിളിച്ചിട്ട് വരാൻ പറഞ്ഞ പിന്നെ അപ്പീലില്ല. അപ്പ ഇറങ്ങിക്കോളും. എന്താ സ്നേഹം. അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞപ്പോ എന്തിനാന്ന് ചോദിച്ചില്ലേ അവൻ? പറഞ്ഞു എന്നിട്ട്? ഏയ്, പറഞ്ഞില്ല. എന്തുപറ്റി? വേറെന്തോ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ. ഞാൻ തെറ്റായി പോയോ പറഞ്ഞതെന്നൊരു സംശയം. സുന്ദരിയുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറഞ്ഞതാണോ തെറ്റായി പോയിന്ന് തോന്നിയത്? അത് ശരിയായ തീരുമാനം തന്നെയായിരുന്നു. പക്ഷെ നിന്റെ സഹോദരനുമായി കല്യാണം തീരുമാനിച്ചപ്പോ നിന്നോടൊരു വാക്ക് ചോദിച്ചില്ല ഞാൻ. അഭിപ്രായം ചോദിക്കാതെ വാക്ക് കൊടുത്തതിൽ വിഷമമുണ്ടോ നിനക്ക്? വിഷമം ഉണ്ടായേനെ എന്നോട് അഭിപ്രായം ചോദിച്ചിരുന്നുവെങ്കിൽ. കാർത്തിയുടെ കാര്യത്തിൽ എന്നേക്കാൾ അധികാരം ഏട്ടനില്ലേ? അളിയനായിട്ടല്ലല്ലോ, മകനെ പോലെയല്ലേ ഏട്ടൻ അവനെ കാണുന്നത്. കാർത്തിക്കിന് സുന്ദരിയേക്കാൾ നല്ലൊരു ബന്ധം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എന്ത് ചോദ്യം ഏട്ടാ ഇത്? അവളും നമ്മുടെ മോള് തന്നെയല്ലേ. സുന്ദരിക്ക് ഏറ്റവും നല്ലൊരു ജീവിതം തന്നെ കിട്ടണം. കാരണം എന്റെ ഈ ജീവന്റെ അതേ വില അവളുടെ ജീവിതത്തിനും ഉണ്ട്. സുന്ദരി, സുന്ദരി, ഇവളിതെവിടെ പോയി കിടക്കുക? സുന്ദരി,
മോളെ എഴുന്നേക്ക്, എണീക്കടി. എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛമ്മ. കാര്യം പറ മോളെ. സ്നേഹം കൂടുമ്പോ അച്ഛമ്മ എന്നെ എന്താ വിളിക്കുന്നത്? എന്റെ ചെല്ല കളക്ടറേന്ന് വിളിക്കും. ആ വിളിയൊക്കെ വെറും വാക്കായില്ലേ? വെറുമാക്കാകാനോ? അതെങ്ങനെയാ? കൃഷ്ണമാമ എന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയല്ലേ. കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ എങ്ങനെയാ പഠിക്കുക? എങ്ങനെ IAS എഴുതും? പോടെ ബുദ്ധിയില്ലാത്തവളെ. കല്യാണം കഴിഞ്ഞാ പെമ്പിള്ളേരാരും പഠിക്കുന്നില്ലേ? ആരും വലിയ നിലയിലെത്തുന്നില്ലേ? അതൊന്നും ഇനി നടക്കില്ല. നടക്കും. കൃഷ്ണന്റെ അളിയൻ നിന്നെ പഠിപ്പിച്ച് കളക്ടറാക്കും. അച്ഛമ്മയ്ക്ക് ഉറപ്പാണോ? പിന്നെ ഉറപ്പ്. കല്യാണം കഴിഞ്ഞിട്ട് എന്നെ പഠിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും. എന്തോ നടി കൊച്ച ഇത്. നിങ്ങൾ അമ്മയ്ക്കും മോക്കും ഏത് നിമിഷവും ചാകുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ. പഠിക്കാൻ സമ്മതിച്ചില്ല ഉടനെ ചാകുകയാണോ വേണ്ടത്? കണ്ടോ കണ്ടോ, എന്റെ പഠിത്തം നടക്കില്ല എന്ന് അച്ഛമ്മയ്ക്കും അറിയാം. മോളെ, കല്യാണം കഴിഞ്ഞ എന്റെ എല്ലാ സ്വപ്നങ്ങളും അതോടെ തീരും. ഞാൻ പിന്നെ എന്തിനാ അച്ഛമ്മ ജീവിച്ചിരിക്കുന്നത്? നിനക്കിപ്പോ എന്താ വേണ്ടത്? ഈ കല്യാണം നടക്കരുത്, അത്രയല്ലേ ഉള്ളൂ. അതിന് വല്ല വഴിയുണ്ടോ അച്ഛമ്മ? ഉണ്ട്. എങ്ങനെ? കൃഷ്ണൻ. അത് ഞാൻ തന്നെയാ. അതുകൊണ്ടാണല്ലോ തന്നെ വിളിച്ച് ഇപ്പൊ തന്നെ കാര്യം തിരക്കിയത്. ശരിയെന്നാ, അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് എന്നെ വിളിച്ച് കാര്യം പറഞ്ഞാൽ മതി. ചായ. ഇതെന്താ കട്ടനോ? എന്തു പറ്റി? ചായക്ക് പാലില്ലേ? ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ. ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? ഡെയിലി 2 ചായ. അതേ ഇനി കോട്ട അനുവദിച്ചിട്ടുള്ളൂ. അത് ശരി. അപ്പോ രണ്ടുപേരും ചേർന്നുള്ള പരിപാടിയാണല്ലേ? ഇത് ശരിയാവത്തില്ല. എന്ത് ശരിയാവത്തില്ലെന്ന്? അതെ, ഈ അനാവശ്യമായ ചായ കൂടി അത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞതാ. ഈ ചായയെ അങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. വെരി ഗുഡ്. അങ്ങനെ നല്ല കുട്ടിയാവും. ആയി കഴിഞ്ഞു. എപ്പോഴേ പോരെ? കൃഷ്ണൻ ഉണ്ടെന്ന് തോന്നുന്നു. വേഗം നടക്ക്, വാ ഇങ്ങോട്ട്. ദേ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. വള്ളി പുള്ളി തെറ്റാതെ അതങ്ങ് കൃഷ്ണനോട് പറഞ്ഞേക്കണം കേട്ടോ. കൃഷ്ണമാമയുടെ മുന്നിൽ ചെന്നാ എനിക്ക് പേടിയാവും. ഇപ്പൊ പേടിച്ചൊന്നും പറയാതിരുന്നാ നിന്റെ ഒരാഗ്രഹവും നടക്കാൻ പോകുന്നില്ല. നീ കാര്യം പറഞ്ഞാ കൃഷ്ണന് മനസ്സിലാവും. അവൻ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിയും. വാ ഇങ്ങോട്ട് നടക്ക്. ആഹാ, ഇതാരൊക്കെയാ? എന്താ ഈ വഴിക്ക്? ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇതൊരു ചെറിയ ആവശ്യമില്ലല്ലോ സുന്ദരി. എന്താണ് ആവശ്യം? വന്ന് കേറി പാടെ ചോദ്യം ചെയ്യാൻ നിൽക്കാതെ അവർക്ക് ചായ എടുക്കാൻ നോക്കുമോളെ. നിങ്ങൾ ഇരിക്കാമേ. അയ്യോ വേണ്ട. ഇരിക്കങ്ങോട്ട്. വന്നടി മോളെ, അവർ സംസാരിക്കട്ടെ, നമുക്ക് ചായ ഇടാം. 2 ചായയുടെ ഞാനും വരണോ? പാടി ഇങ്ങോട്ട് നടക്ക. ഇരിക്കമ്മേ, ഇരിക്ക. പറയമ്മേ, എന്താ കാര്യം? ഇത് ഇപ്പൊ മാലിന്യ പറഞ്ഞ പോലെ എന്തോ സീരിയസ് കാര്യമാണെന്ന് തോന്നുന്നല്ലോ. പറ. ചേടാ, ഇതപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. അതായത് കൃഷ്ണ, ഇതിപ്പോ ഇവക്ക് വേണ്ടി ഒരു ആലോചനയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അത് വെറും ഒരു ആലോചന അല്ലല്ലോ. ശ്രീദേവിയുടെ ആങ്ങള, എന്റെ അളിയൻ, അവനല്ലേ ഇവിടെ കെട്ടാൻ പോകുന്നേ. അതല്ല കൃഷ്ണ, സുന്ദരിക്ക് ഇവക്കൊരാഗ്രഹം. ഈ കല്യാണം എനിക്ക് വേണ്ട കൃഷ്ണമാമ. അല്ല, വേണ്ടെന്ന് വെക്കാൻ എന്താ കാര്യം? നീ അതങ്ങ് പറ മോളെ. ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു. നല്ല മാർക്കോടെ തന്നെ പാസ്സാവുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഡിഗ്രി കഴിഞ്ഞ സിവിൽ സർവീസ് എഴുതണം. അതാ എന്റെ ആഗ്രഹം. കോച്ചിങ്ങിന് പോകാനുള്ള വഴികളും ഞാൻ നോക്കുന്നുണ്ട്. ഒരു കളക്ടർ ആവണമെന്നുള്ളത് എന്റെ സ്വപ്നമാണ്. ഈ പറഞ്ഞതും കല്യാണം തമ്മിൽ എന്താ ബന്ധം? അത് പിന്നെ കല്യാണം കഴിഞ്ഞ പിന്നെ പഠിക്കാൻ പറ്റത്തില്ല. അതോടെ എന്റെ ആഗ്രഹങ്ങളെല്ലാം നശിക്കും. എന്നാര് പറഞ്ഞു? കാർത്തികേ എന്റെ അളിയനാ. പക്ഷേ
അവനെ എനിക്ക് എന്റെ മോനെ പോലെ. അവൻ നിന്നെ കെട്ടിക്കഴിഞ്ഞിട്ട് നിനക്ക് പഠിക്കണം എന്ന് പറഞ്ഞാ അവനെന്താ വേണ്ടെന്ന് പറയൂ? പഠിച്ചോളാൻ പറയും. പെണ്ണുങ്ങളെ അടുക്കളയിൽ തളച്ചിടുന്ന പ്രകൃതമൊന്നും അല്ല അവൻ്റെത്. നീ നോക്കിക്കോടി മോളെ, കളക്ടർ ആകണമെന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അതവൻ സാധിച്ചു തന്നിരിക്കും. പിന്നെ വേറൊരു കാര്യം, സുന്ദരിയുടെ കല്യാണം ഇപ്പം നടക്കുക എന്ന് പറയുന്നത് എന്റെ ആഗ്രഹം മാത്രമല്ല, എന്റെ കടമ കൂടി. അറിയാലോ, ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ദേവരാജനാണ്. എനിക്ക് വേണ്ടി ജീവൻ കൊടുത്തവൻ. അവന്റെ കുടുംബത്തിന് വേണ്ടി ഇന്നുള്ള ഞാനൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാനൊരു അവസരം തന്നിട്ടില്ല മല്ലിക. മരിക്കുന്നതിന് മുമ്പ് ദേവരാജന് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. കാർത്തിക് നല്ലവനാ മോളെ, ഈ കല്യാണം നടക്കണം. ഇനി ഒരിക്കലും മോൾ എതിര് പറയരുത്. ഇല്ല, എന്താന്ന് വെച്ചാ കൃഷ്ണമാമ തീരുമാനിച്ചോളൂ, ഞാൻ അനുസരിച്ചോളാം. തീരുമാനിച്ചു കഴിഞ്ഞു. കാർത്തിക് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എന്താടാ ഈ കാണിക്കുന്നത്? എന്തു പറ്റി മച്ചാ? എന്താ ഞാൻ പറഞ്ഞ നിനക്ക് ഇഷ്ടമായില്ലേ? എടാ മച്ചാ, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. എടാ, ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായ കാര്യമാ. ഐ റിയലി ലവ് ഹർ. ആര്? BV ഗ്രൂപ്പിന്റെ MD വൈകിയെ അല്ലേ? അതെ. എടാ, മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയാ വൈകിയോട് പറയും മുന്നേ അത് എന്നോടല്ലേ പറയേണ്ടത്? എടാ, അത് വേണ്ട. വൈകിയെ പ്രപ്പോസ് ചെയ്തതിന് ശേഷമെങ്കിലും നിനക്ക് എന്നോടത് പറയായിരുന്നു. പറ്റിയില്ല. പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അതിങ്ങനെ ആരോടും പറയാതെ മനസ്സിൽ വെച്ചിരിക്കുമ്പോൾ ഒരു സുഖമില്ലേ, അത് ഞാൻ അനുഭവിക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് അനുഭവിച്ചോ എല്ലാ സുഖവും? അത് എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ കാക്കയുടെ വിശപ്പും മാറിയാനെ, പശുവിന്റെ കടിയും മാറിയാനെ. എടാ, ഞാൻ വേണ്ട, എക്സ്ക്യൂസ് ഒന്നും വേണ്ട. പറ, തുടക്കം തൊട്ട് പറ. എപ്പോ, എവിടെ വെച്ച്, എങ്ങനെ? അന്ന് വൈകിയെ വെച്ച് നമ്മൾ ചെയ്ത ആഡിന്റെ ലോഞ്ചിങ് ഡേ ആയിരുന്നു. സന്തോഷം പണം കൊടുത്ത് വാങ്ങാനാകില്ല, പക്ഷേ പണം കൊടുത്ത ഒരു നല്ല ചായ വാങ്ങാൻ നമുക്ക്. ഈ ചായ തരം നിങ്ങൾക്ക് മനസ്സ് നിറയെ സന്തോഷം. വൈഗ നാച്ചുറൽ ടീ. ഫാന്റാസ്റ്റിക്, റിയലി ഫാന്റാസ്റ്റിക്. ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അതങ്ങനെയാ. ചിലർക്ക് സ്വന്തം സൗന്ദര്യം തിരിച്ചറിയാൻ ഒരു സൗന്ദര്യ ആസ്വാദകൻ വരണം. എനിവേ, ഞാൻ എടുത്ത എഫേർട്ടിന് റിസൾട്ട് കിട്ടിയെന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം. ആ സന്തോഷം അങ്ങനെ അവസാനിപ്പിക്കണ്ട. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇനി മുതൽ BV ഗ്രൂപ്പിന്റെ എല്ലാ ആഡ് ഫിലിം പ്രോജക്റ്റുകളും ചെയ്യാൻ പോകുന്നത് കാർത്തിക്കിന്റെ അക്ഷര അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കും. Then it's a gift for you.
താങ്ക് യു. മാഡം സൂപ്പർ, പൊളിച്ചു. മിക്കവാറും മാഡത്തിന് സിനിമയെന്നൊരു വിളി വരും. താങ്ക് യു. മലയാളം എന്ന ഇട്ടാവട്ടത്ത് കിടന്ന് കളിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒള്ളി ബോളിവുഡ്. നോ നോ, ഇറ്റ്സ് മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് അറ്റംപ്റ്റ്. ഇതുവരെ നമ്മുടെ കമ്പനി ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ആഡാണിത്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് ഹിറ്റാണ്. ശരി വൈക. ഹായ് സർ. ഹായ്. ആഡ് സൂപ്പർ ആയിട്ടുണ്ട്. കാച്ചിങ് വിഷ്വൽ ആൻഡ് തോട്ട്. താങ്ക് യു. മിസ് കേരളയോ മിസ് ഇന്ത്യയോ ചെയ്താൽ പോലും വൈഗയുടെ പെർഫോമൻസിന്റെ അത്രയും ഒരിക്കലും എത്തില്ല. യു ആർ റിയലി ടാലന്റഡ്. ഞാൻ എന്തെങ്കിലും പെർഫോമൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്റെ കഴിവല്ല സർ. കാർത്തിക്, ഹായ്. ഹായ്. the whole credit goes to Karthik. ഹലോ. ഹലോ. യു ഹാവ് ഡൺ എ വണ്ടർഫുൾ ജോബ് കാർത്തിക്. താങ്ക് യു. എക്സ്ക്യൂസ് മീ. Carry on. Yeah. പ്ലീസ് ക്യാരി ഓൺ. ഹലോ. ആ പറഞ്ഞോളൂ. കാർത്തിക്, ഇന്നത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആരാന്നറിയോ? നോ ഡൗട്ട് ഇറ്റ്സ് യു. അല്ല, ഇന്നത്തെ ഹീറോ കാർത്തിയാണ്. വൈകിയാണ് ഹീറോയിനെങ്കിൽ ഹീറോ ആവാൻ ഞാൻ റെഡിയാണ്. I love you, Vaiga.